കണ്ടോ മോളെ, ഇപ്പൊ നമ്മുടെ മുന്നിൽ നിന്ന് നടന്നു പോയതാ യഥാർത്ഥ സൂര്യ. കൂട്ടത്തിൽ ഒരാൾക്കൊരു അപകടം പറ്റിയ എന്ത് ചെയ്തു അവരെ രക്ഷിച്ചേ അടങ്ങൂ എന്ന് വാശിയോടെ നടക്കുന്ന ഒരുത്തൻ. ഇങ്ങനെയായിരുന്നു അവൻ പണ്ട്. എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടാൻ തോന്നുന്നു. സൂര്യ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സർ. എന്നെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നതിലൂടെ എന്റെ കുടുംബത്തെ തന്നെയാ സാറ് രക്ഷിച്ചത്. ഇനിയിപ്പോ ഇവിടെയുള്ളവർ എന്നോട് ക്രൂരമായി പെരുമാറിയാലും ഞാനത് സൂര്യ സാറിന്റെ കുറ്റമായിട്ട് കാണില്ല. പിടിച്ചു നിർത്തുമ്പോ ഞാൻ മോളോട് പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ മാറി മാറി വരുമെന്ന്. ഇതൊരു സ്വപ്നമായിട്ട് കൂട്ടിയാ മതി. അവൻ നന്നാവും മോളെ. എന്താ മോളെ, വേറെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ നിനക്ക്? സർ, പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നതാണല്ലോ. വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോ നല്ല ടെൻഷനുണ്ട്. ചിലപ്പോ ആ കാർത്തികേന്റെ ആൾക്കാര്. പക്ഷെ എനിക്ക് ടെൻഷനൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? സൂര്യ, നന്ദിനിയുടെ കുടുംബത്തിനൊരു ആപത്തുണ്ട്, നീ ഉടനെ അങ്ങോട്ട് പോണം, അവർക്കൊന്ന് കാവലിരിക്കണമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതലൊന്നും ഇനി അവർക്ക് വേണ്ടി ചെയ്യാനില്ല. എന്റെ മകനൊന്ന് നേരെ നിന്ന് കിട്ടിയാ മതി. അച്ഛൻ രാജാവാ മോളെ, മഹാരാജാവ്. മോളെ, വീട്ടിലെ പറയെടുപ്പിന്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. മനസ്സ് നിറഞ്ഞൊരു ചിരിയോടെയാ സൂര്യ അതിലൊക്കെ പങ്കെടുത്തത്. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തിനെയും അവന് ഒരുപാട് ഇഷ്ടമാണ്. ആ ബാധ്യതകളും കണക്കുകളൊക്കെ അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. അവനെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കണേ മോളെ. ആ മൂർത്തി സാറിന്റെ ആളുകള് ഇവിടെ തൊട്ടടുത്ത് വരെ എത്തിയതാ മോളെ. ആ നേരത്താ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവര് വിവരം അറിയുന്നേ. അല്ലായിരുന്നെങ്കിൽ ഒരാളെപ്പോലും അവര് ബാക്കി വെച്ചേക്കില്ലായിരുന്നു. താന്നിയൊരമ്മ അവളെ കൈവിട്ടില്ല. അതിന്റെ ലക്ഷണമാ കണ്ടത്. അച്ഛാ, ചേച്ചി എന്തിനാ ഇപ്പൊ പറഞ്ഞയച്ചത്? 1-2 ദിവസം കഴിഞ്ഞിട്ട് ചേച്ചിയെ പറഞ്ഞയച്ചാ പോരായിരുന്നോ? മോൻ നിർബന്ധം പിടിച്ചപ്പോ തടസ്സം പറയാൻ പറ്റിയില്ല. മാത്രമല്ല, നന്ദിനി കുറ്റവാളിയല്ലെന്ന് ആദ്യം അറിയേണ്ടത് മോന്റെ അമ്മ തന്നെയാ. അക്കാര്യത്തിൽ എനിക്കും കുറച്ച് വാശിയുണ്ടെന്ന് കൂട്ടിക്കോ. ഇനി മോളോടുള്ള അവരുടെ വൈരാഗ്യം കൂടും. കൊടുക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ. പക്ഷെ അമ്മേ, എനിക്ക് അക്കാര്യത്തിൽ പണ്ടുണ്ടായിരുന്ന പേടി ഇപ്പൊ ഇല്ല. എന്റെ നന്ദിനി മോളെ സൂര്യമോൻ നോക്കിക്കൊള്ളു. ആ ധൈര്യം എനിക്ക് തന്നിട്ടാ മോൻ അവളെയും കൊണ്ട് പോയത്. എന്തായാലും ആ കാർത്തികേന്റെ ഒരു കാര്യേ, ഒരു നിസ്സാര വൈരാഗ്യത്തിന്റെ പേരില് അവളെ കൊടുക്കാൻ വേണ്ടി ആ ചെറുക്കന്റെ ജീവൻ എടുത്തത്. ഇനി കാർത്തികേയന്റെ കാര്യം ഇനി മൂർത്തി സാർ നോക്കിക്കോളൂ. മിക്കവാറും മൂർത്തി സാറിന്റെ ആളുകള് അവന്റെ വീട് ഇപ്പോ ഇടിച്ചു പൊളിച്ചു തുടങ്ങി കാണും. പക്ഷെ സുദേവ, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കാർത്തികേയനെ അകത്ത് പോയിട്ടുള്ളൂ. കാർത്തികേയന്റെ ആൾക്കാർ കുറച്ചുപേർ പുറത്തുണ്ട്. ഒരു ബോധവും ഇല്ലാത്ത ആൾക്കാരാ. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. കാര്യങ്ങളൊക്കെ ഞാൻ ക്ലബ്ബിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ ഈ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നാലേ എന്റെ ക്ലബിലെ പിള്ളേര് മുഴുവൻ ഇവിടെ വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന് നിൽക്കുന്നവന്റെ മുട്ടുകാലി തല്ലിയൊടിക്കാൻ. ഇത്രയും വലിയൊരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇനി ഒരുത്തനും പേടിക്കാൻ പറ്റില്ല. അമ്മാവൻ പേടിക്കണ്ട. ഇനി എന്തെങ്കിലും വന്നാ ഒരു മോന്റെ സ്ഥാനത്ത് ഞാനുണ്ട്. നീ എന്താ കാർത്തിക ഒന്നും മിണ്ടാത്തത്? ഇന്നലെ രാത്രി മുതൽ മൗനവ്രതം തുടങ്ങിയതല്ലേ? ഇനി എന്തെങ്കിലും ഒന്നും മിണ്ടിക്കൂടെ? മോളെ, കാവിൽ വെച്ച് ചില അരുതായ്മകളൊക്കെ നടന്നു.
അതിനുള്ള ശിക്ഷയായിട്ട് ദൈവം അവനെ അങ്ങ് വിളിച്ചു. ഇനിയിപ്പോ നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട, അതങ്ങ് മറന്നേക്ക്. എന്തോ ഒരു ഏനക്കേട് കുടുംബത്തെ ചുറ്റിപ്പറ്റി വന്നു. ആർക്കും തട്ടാതെ അത് ഈ വിധത്തിൽ അങ്ങ് അവസാനിച്ചു. താന്നി ഒരു അമ്മയോട് നന്ദി പറഞ്ഞിട്ട് നിങ്ങൾ ഇനി നിങ്ങളുടെ കാര്യം നോക്ക് പിള്ളേരെ. പത്മ, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ സംഭവിക്കണമെന്നില്ല. ചില നേരത്ത് നമുക്ക് തെറ്റുകൾ പറ്റും. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചറിയാനുള്ള ശേഷി വേണം. എന്തൊക്കെയായിരുന്നു താൻ കാണിച്ചു കൂട്ടിയത്? പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടാക്കിയ ബഹളം, അത് കഴിഞ്ഞ് ഇവിടെ വന്നുള്ള ആഘോഷം, ആരതിയെടുത്തുള്ള സ്വീകരണം, എല്ലാം കഴിഞ്ഞ് നന്ദിനി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ഒരു സോറി പറയാനുള്ള മര്യാദ താൻ കാണിച്ചില്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സൂര്യയുടെ മനസ്സിൽ പോലും തന്നോടുള്ള അനിഷ്ടം കുറഞ്ഞേനെ. എനിക്ക് സൗകര്യമില്ല. ഞാൻ ആ വേലക്കാരോട് സോറി പറയണം. എന്നിട്ട് അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനെ പറ്റി ഒരുപാട് അങ്ങോട്ട് സംസാരിക്കണം. നിങ്ങളുടെ തന്ത്രം അത് എപ്പോഴും മികച്ചതാണ് കേട്ടോ. തന്ത്രങ്ങളോ? എനിക്ക് ശീലമില്ലാത്ത ഒരു കാര്യം താൻ വെറുതെ എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കരുത്, അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലെ ചിന്ത എന്താന്ന് ഞാൻ പറയട്ടെ. ഇനി ഒരിക്കലും ആ വേലക്കാരിയെ അവഗണിക്കാനും പറ്റില്ല, ഒഴിവാക്കാനും പറ്റില്ല. എന്നേക്കുമായി അവൾ ഈ കുടുംബത്തിൽ കാലുറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനല്ലേ? അവൾ ആരെങ്കിലും കൊന്നോ കൊന്നില്ലേ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഈ കുടുംബത്തിനകത്ത് കാലുകുത്താൻ യോഗ്യതയില്ലാത്തവളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതിന് മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇത് അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിനുള്ള മറുപടി ദൈവം തരൂന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും.